ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ കണ്ടു. ആ വാർത്തകളിൽ ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് പാലക്കാട്ട് നിന്നുള്ള DCCയുടെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റിയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും ഒക്കെ കോൺഗ്രസിന്റെ ചില നേതാക്കൾ അവര് രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചു എന്നുള്ളതാണ് ഒരു വാർത്ത. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് ലൈംഗിക പീഡന ആരോപണങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിൽ ദർശനം നടത്തി എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ഇതോടൊപ്പം തന്നെ കണ്ട മറ്റൊരു വാർത്തയാണ് CPM വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ CPM MLA ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്നുള്ള ഒരു വാർത്ത. ഇത് ഇന്ന് നടന്ന വാർത്തയല്ല, ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവമാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ആ വാർത്ത ഒന്ന് നമുക്ക് വായിക്കാം. കൊച്ചിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ നിലനിൽക്കെ സമാനമായ വിവാദത്തിൽ അകപ്പെട്ട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള CPM MLA പറവൂരിൽ പട്ടാപ്പകൽ CPM വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ MLA വനിതാ നേതാവിന്റെ ഭർത്താവും നാട്ടുകാരും ചേർന്നാണ് വീടിനുള്ളിൽ നിന്ന് പിടികൂടിയത്. വനിതാ നേതാവിന്റെ ഭർത്താവ് രാവിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കുവാനായി പുറത്തേക്ക് പോയിരുന്നു. രാത്രിയോടെ മാത്രമേ തിരികെ എത്തൂ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഉച്ചയോടെ വീട്ടിൽ തിരിച്ചെത്തിയ ഭർത്താവ് സ്പെയർ താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. തുടർന്ന് ഭാര്യയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ വീടിനുള്ളിൽ നിന്ന് ഇരുന്ന് റിങ് ചെയ്തതല്ലാതെ പ്രതികരണം ഉണ്ടായില്ല. ഇതേ തുടർന്ന് ആശങ്കയിലായ ഭർത്താവ് സമീപവാസികളുടെ മൊത്ത് വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് MLAയെ കണ്ടത്. കാര്യം മനസ്സിലായ ഭർത്താവ് MLAയെ കൈകാര്യം ചെയ്തു. വിശദീകരിക്കാൻ ശ്രമിച്ച MLAയെ ഭർത്താവ് ചവിട്ടി താഴെ ഇടുകയും ചെയ്തു. വാഹനം ഏറെ ദൂരം നിർത്തിയിട്ട ശേഷമാണ് MLA വനിതാ നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയത്. സമീപവാസികളും സംഭവത്തിന് സാക്ഷികളായതിനാൽ ഇത് പുറത്തറിയുകയും ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകർ വിഷയം കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രമുഖ പ്രാദേശിക നേതാവ് ഇടപെട്ട് തടഞ്ഞതാണ് വിവരം. അടുത്തിടെ ഒട്ടേറെ പരിപാടികൾ നടത്തി മികച്ച MLA എന്ന പ്രശസ്തി നേടിയെടുക്കാൻ ശ്രമിച്ച MLA ഇപ്പോൾ കുപ്രസിദ്ധനായ അവസ്ഥയിലാണ്. പാർട്ടിക്ക് ഔദ്യോഗികമായ പരാതി ലഭിച്ചിട്ടില്ലെങ്കിലും നാട്ടുകാർ പലരും ദൃക്സാക്ഷികളായതിനാൽ സംഭവം നിഷേധിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണുള്ളത്. ഇപ്പോ ഇതിൽ രണ്ടുപേരും CPMന്റെ ആളുകളാണ് എന്ന് മാത്രമല്ല, CPMന്റെ എറണാകുളം ജില്ലാ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ വനിതയും അതുപോലെ തന്നെ ഈ പറയുന്ന MLAയും. ഇതിൽ ആരാണ് ഈ MLA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPMന്റെ MLA ആണ്. വൈപ്പിനിൽ നിന്നുള്ള CPMന്റെ MLA ഉണ്ട്, കൊച്ചിയിൽ നിന്നുള്ള CPMന്റെ MLA ഉണ്ട്, അതുപോലെ കളമശ്ശേരിയിൽ നിന്ന് P രാജീവ് ഉണ്ട്, അതുപോലെ കോതമംഗലത്ത് നിന്ന് CPMന്റെ MLA ഉണ്ട്. അങ്ങനെ CPMന്റെ കുന്നത്തുനാട് നിന്നുള്ള ശ്രീനിജൻ ഉണ്ട്. ഇങ്ങനെ ഇവരൊക്കെയുണ്ട്. വൈപ്പിൽ നിന്ന് KN ഉണ്ണികൃഷ്ണനാണ്, കൊച്ചിയിൽ നിന്ന് J മാക്സി ആണ്, അതുപോലെ കോതമംഗലത്ത് നിന്ന് ആരാണ് ആരോ ഒരാൾ പേര് ഞാൻ ഓർക്കുന്നില്ല, കോതമംഗലത്ത് നിന്ന്. ഇത്രയും 5 MLAമാരാണ് CPMന് എറണാകുളത്ത് നിന്നുള്ളത്. ഇപ്പൊ ഈ വാർത്ത പറഞ്ഞു കേൾക്കുന്നത് സംഭവം എന്തെന്ന് വെച്ചാൽ, ഞായറാഴ്ച രാവിലെ യോഗങ്ങളിൽ പങ്കെടുക്കുവാനായി ഭാര്യയും ഭർത്താവും ഇറങ്ങുന്നു എന്നാണ്. ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു എനിക്കും യോഗമുണ്ട് എന്ന്. ഭർത്താവ് ഇതേപോലെ ഒരു യോഗത്തിൽ പങ്കെടുക്കുവാൻ പോകുന്നു. 2 കീകളുണ്ട് വീടിന്, 2 പേരുടെ കയ്യിലും ഓരോ കീയുമുണ്ട്. വൈകുന്നേരം ആവും ഭർത്താവ് പങ്കെടുക്കുന്ന യോഗം തീരാൻ, അതുകൊണ്ട് വൈകിയെ വീട്ടിലെത്തൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭർത്താവ് യോഗത്തിന് പോകുന്നു. അപ്രതീക്ഷിതമായി ഭർത്താവ് തിരിച്ച് ഉച്ചയാവുമ്പോൾ വീട്ടിലെത്തുന്നു. ഉച്ചയായി വീട്ടിലെത്തിയ ഭർത്താവ് വീട് തുറക്കാൻ ശ്രമിക്കുമ്പോൾ താക്കോല് ലോക്കിലേക്ക് ഫുള്ളായിട്ട് ഇടാൻ സാധിക്കുന്നില്ല. അതായത് അകത്ത് നിന്ന് വാതിൽ പൂട്ടി ആ താക്കോൽ ആ ഡോറിന്റെ ലോക്കിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ താക്കോൽ അങ്ങോട്ട് അകത്തോട്ട് പ്രവേശിക്കുന്നില്ല. അത് കാരണം ഭർത്താവ് 2-3 തവണ ശ്രമിക്കുന്നു. സംഭവിക്കാൻ ചാവി പൂർണ്ണമായും പലതവണ ഭർത്താവ് ശ്രമിച്ചെങ്കിലും ഈ ചാവി ലോക്കിനകത്തേക്ക് പ്രവേശിക്കുന്നില്ല. അതിനുള്ള കാരണം അകത്ത് നിന്ന് വാതിൽ ലോക്ക് ചെയ്തു, ആ ചാവി ലോക്കിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഭർത്താവിന് പുറത്തു നിന്നും
ഈ ലോക്കിലേക്ക് ചാവി പ്രവേശിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഭർത്താവ് ഭാര്യയെ വിളിക്കുകയാണ് ഫോണിൽ വിളിക്കുമ്പോൾ ഈ ഫോണ് വീട്ടിനകത്ത് നിന്ന് റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. 2-3 തവണ ഭർത്താവ് ഇതുപോലെ ഫോണിൽ വിളിച്ചു നോക്കുന്നു, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, റിങ് ചെയ്ത് കട്ടാകുന്നു. പരിഭ്രാന്തനായി ഭർത്താവ്. ഇനി ഭാര്യയ്ക്ക് വല്ലതും സംഭവിച്ചോ, വീടിനകത്ത് വെച്ച് വല്ലതും സംഭവിച്ചോ, ഫോൺ എടുക്കുന്നില്ല, എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചോ എന്ന് ഭർത്താവ് പരിഭ്രാന്തനാകുന്നു. സമീപവാസികളെ വിളിച്ചു കൂട്ടുന്നു, വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുന്നു. അകത്ത് കയറി നോക്കുമ്പോൾ ഭാര്യയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഭാര്യയെ കൂടെ മറ്റൊരാളുണ്ട്. അയാൾ എറണാകുളത്ത് നിന്നുള്ള CPM-ന്റെ MLA ആണ്. ഭർത്താവ് ചവിട്ടിക്കൂട്ടുന്നു, നാട്ടുകാരും കൈവെക്കുന്നു. വെടിവെപ്പ് മർദ്ദനത്തിൽ കലാശിക്കുന്നു. ഈ പറയുന്ന MLA-യുടെ വാഹനത്തിലല്ല അവിടെ എത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അയാൾ മറ്റൊരു പ്രൈവറ്റ് വാഹനത്തിലാണ് അവിടെ എത്തിയത്. വീടിന് സമീപത്ത് വാഹനം പാർക്ക് ചെയ്യാതെ കുറച്ച് അപ്പുറത്താണ് വീടിന് ഈ പറയുന്ന MLA വാഹനം പാർക്ക് ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെ നാട്ടുകാരെല്ലാം അറിഞ്ഞു. ചില കോംപ്രമൈസുകൾ നടത്തിയിട്ടുണ്ട്. അതിന് കോംപ്രമൈസ് ചെയ്യാൻ പോലും കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവ് ഇടപെട്ടു എന്നും പറയുന്നുണ്ട്. പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഈ പറയുന്ന വനിതാ നേതാവ്, എറണാകുളത്ത് നിന്നുള്ള വനിതാ നേതാവ്, CPM-ന്റെ വനിതാ നേതാവ് ഇലക്ഷനിൽ അടക്കം മത്സരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ വളരെ എല്ലാവർക്കും സുപരിചിതയായ വനിതാ നേതാവാണ്. ഈ പറയുന്ന MLA ആരാണ്? വൈപ്പിനിൽ നിന്നുള്ള MLA ആണോ, അതോ കൊച്ചിയിൽ നിന്നുള്ള MLA ആണോ, കളമശ്ശേരിയിൽ നിന്നുള്ള P. രാജീവല്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. P. രാജീവിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ വീണ്ടും 2 പേരും കൂടി ഉണ്ട്. അതായത് 4 MLA-മാർ, രാജീവിനെ കൂടാതെ 4 MLA-മാരാണ് എറണാകുളത്ത് CPM-നുള്ളത്. ഒന്ന് വൈപ്പിനിൽ നിന്ന്, മറ്റൊന്ന് കൊച്ചിയിൽ നിന്ന്, ഒന്ന് കോതമംഗലത്ത് നിന്ന്, പിന്നൊന്ന് കുന്നത്തുനാട് നിന്ന്. ഇവരിൽ ആരാണ് അയാൾ അന്വേഷിക്കുകയാണ്. ഇതിൽ പരാതിയൊന്നുമില്ല കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും പരാതിയൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെയും ആരുടെയും വീട്ടിൽ നിന്ന് ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ആരും തല്ലിയിട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെയും പെട്ടിട്ടുമില്ല. എന്താണെങ്കിലും നട്ടുച്ചക്ക് വെടിവെക്കാൻ വന്ന MLA-യെ നാട്ടുകാർ പഞ്ഞിക്കിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ ചോദ്യം ബാക്കിയാവുന്നത് ആരാണ് അയാൾ? ചില സൂചനകളൊക്കെ ഉണ്ട് നമുക്ക്. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. 4 പേർ ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യാം. ആരാണ് അയാൾ? ഏതാണ് MLA? വൈപ്പിനിൽ നിന്നുള്ള KN ഉണ്ണികൃഷ്ണനാണോ, അതോ കൊച്ചിയിൽ നിന്നുള്ള മാക്സി ആണോ, അതോ കുന്നത്തുനാട് നിന്നുള്ള ശ്രീനിജനാണോ, അതോ കോതമംഗലത്തിന്റെ MLA ആയിട്ടുള്ള വ്യക്തിയാണോ? ആരാണ് അയാൾ എന്നുള്ളത് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ചോദ്യങ്ങൾ വെക്കുകയാണ്. ഈ കോതമംഗലത്ത് നിന്നുള്ള ആന്റണി ജോൺ ആണ്. ഈ 4 പേർ, ഒന്ന് KN ഉണ്ണികൃഷ്ണനുണ്ട്, മാക്സി ഉണ്ട്, ശ്രീനിജനുണ്ട്, ആന്റണി ജോൺ ഉണ്ട്. 4 പേർ. P. രാജീവ് അല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോ ആരാണ് ഈ വെടിവെപ്പ് നടത്തിയ വ്യക്തി? ആരാണ് എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. നിങ്ങൾക്കറിയാമെങ്കിൽ. എനിക്കറിയാം ആളെ, ബട്ട് ഞാനത് ചില സൂചനകൾ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ആരാണ് അയാൾ എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ പറയുന്ന പേര് ആരാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സമക്ഷത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.